ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റീം അയണിൻ്റെ അൺബോക്സിങ്ങും പിന്നെ അതിൻ്റെ ഡെമോയാണ് കേട്ടോ. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ കണ്ടുപോവാം. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. സിൽവർ സ്റ്റാർ ആണ് കമ്പനി, ഗോൾഡൻ കളറിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ടെഫ്ലൺ എന്തോ ആണ് ഇതിനെ പറയുന്നതെന്ന് തോന്നുന്നു. ആ ഒരു സംഭവം ഒരു വൈറ്റ് ഷീറ്റായിട്ട് വരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് പെട്ടെന്ന് തുണി ഡാമേജ് ആവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ അതിൻ്റെ ഒരു പ്ലേറ്റ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെക്കുന്ന, പിന്നെ ഇതുപോലെ ഒരു ക്യാൻ ഉണ്ടാവും, പിന്നെ നമ്മുടെ അയൺ ബോക്സ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അടിയിൽ ഗോൾഡൻ കളറായിട്ട് വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതിനുള്ളിൽ നല്ല സേഫ് ആയിട്ടുള്ളൊരു പാക്കിംഗ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ അയൺ ബോക്സ്. ഇതിൽ ഓഫ് ഓൺ അങ്ങനെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. അവിടെ ഒരു റെഡ് ബട്ടണായിട്ട് കാണില്ലേ, ആ ഒരു സംഭവമൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലിയർ ആയിട്ടുള്ള പിക്ചർ ഇതിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിന് 3400 രൂപക്കാണ് ഞാൻ ആമസോണിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്യാനിൽ നമ്മൾ മിനിമം ലെവൽ അത്രയും വെള്ളം വേണം. മാക്സിമം ഒരു ഫുള്ള് നിറക്കേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ വരുന്നത് ഇതുപോലൊരു ഓസ് പോലൊരു ട്യൂബാണ് വരുന്നത്, പിന്നെ ആ ഒരു സ്പ്രിങ്. അതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ആ സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ആ ഓസ്, ആ ഒരു ട്യൂബ് അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ആ ബ്ലാക്ക് സാധനം മാറ്റിയിട്ട് അതിലേക്ക് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൽ പ്രത്യേകിച്ച് വലിയൊരു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല കേട്ടോ. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ട്യൂബ് അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ടുണ്ട്. ആ ഒരു സ്പ്രിങ് പോലുള്ള സാധനം, ഇത് കുറച്ച് കട്ടിയായിരിക്കും നമ്മൾ വലിക്കുമ്പോൾ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കയറ്റി, ഒന്ന് പിരിച്ച് ഇങ്ങനെ കയറ്റിയാൽ നല്ല ടൈറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഒരു സ്പ്രിങ്ങും കൂടെ അതിലേക്ക് കണക്ട് ചെയ്ത് വെക്കുക. സിമ്പിളാണ്, വേറെ അതിനകത്തൊരു കാര്യങ്ങളും വരുന്നില്ല. പിന്നെ അതിൻ്റെ മറ്റേ അറ്റത്തെ ട്യൂബ് നമ്മൾ ക്യാനിലേക്ക് കണക്ട് ചെയ്ത് വെക്കുക. ക്യാനിലേക്ക് ഇതുപോലെ തന്നെ നല്ല ടൈറ്റ് ചെയ്ത് കയറ്റി വെച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ വെള്ളം അതിൽ കൂടെ വരുമ്പോൾ കുറച്ച് ഇതായി പോകും. നമ്മൾ പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ചെറിയ ട്യൂബ് ആയിട്ട് വരുന്നത് വേണം അതായത് ചെറിയ ട്യൂബ് വരുന്നത് നമ്മൾ അയൺ ബോക്സിലേക്ക് കണക്ട് ചെയ്യുക, വലിയ ട്യൂബ് സൈഡ് നമ്മൾ ക്യാനിലേക്കും കണക്ട് ചെയ്യുക. പിന്നെ ഇത് അതിൻ്റെ കൂടെ കിട്ടിയൊരു സംഭവമാണ്. ഇത് എന്താണെന്ന് മനസ്സിലായി, എനിക്ക് തോന്നുന്നത് ഇത് ക്ലീൻ ചെയ്യണ സംഭവമാണെന്ന് തോന്നുന്നു. ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. റബ്ബ് ചെയ്യാൻ ക്ലീൻ ചെയ്യാനായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളത് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചു, നമുക്ക് അതിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ ഇതിൽ വരുന്നത് ഇതുപോലത്തെ കുറച്ച് കണക്ടറാണ്. ഇത് അതുപോലെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഞാൻ ആദ്യം വിചാരിച്ച് ഭയങ്കര പാടായിരിക്കുന്ന, പക്ഷേ ഭയങ്കര സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ പേടിക്കേണ്ട ഒരു സ്ഥലം എന്ന് വെച്ചാൽ, നമ്മൾ വെള്ളം എടുത്ത് നമ്മളൊരു ജനലിന് ഒത്തിരി ഹൈറ്റുള്ള എവിടെയെങ്കിലും നമ്മൾ കെട്ടി വെക്കുക. ഇപ്പം അതാണ് ഞാൻ സത്യം പറഞ്ഞാൽ അതൊക്കെ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ പേടിച്ചു പോയി. കാരണം വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. വെള്ളം ലെവൽ കൂടിയിട്ടാണോ എന്നൊക്കെ വിചാരിച്ചു. ലെവൽ കറക്റ്റായിരുന്നു, പക്ഷേ ഇതിൽ എയർ പോലെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ ട്യൂബിൽ വെള്ളം കുറച്ചുണ്ട്, കുറച്ചില്ല. അപ്പോൾ വെള്ളം ഒഴുകാത്ത പോലെ തോന്നി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ എയർ മേളിൽ പോയിട്ട് റെഡിയാവും. അപ്പോൾ നമുക്ക് വെള്ളം കറക്റ്റായിട്ട് വരും കേട്ടോ. അതാണ് ഇതിൽ മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഇതിൻ്റെ പ്ലഗ് ഈ ഒരു സംഭവമാണ് കേട്ടോ അതിന് വരുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചേക്കുക. സാധാരണ നോർമലിൽ പറ്റില്ല നമുക്ക് കുത്താനായിട്ട്, ഒരു പവർ പ്ലഗ് പോലെ അത് വേണ്ടി വരും കേട്ടോ. പിന്നെ വരുന്നത് ഇത് ടെഫ്ലൺ ഇടാനായിട്ട് വളരെ എളുപ്പമാണ്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ ആവും. പക്ഷേ ഇതുവരെ ഞാൻ ഓണാക്കി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോഴാണ് ഓണാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പേടിയുണ്ട്, കാരണം റിട്ടേൺ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഒത്തിരി പേടിയായിരുന്നു. അപ്പോൾ ഓണായി. ഞാൻ തൊട്ടൊക്കെ നോക്കി ഇനി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. പക്ഷേ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയും കൂടെ നമുക്ക് കാണാം. പ്രസ് ചെയ്തപ്പോഴേക്കും നമ്മൾ സ്റ്റീം വന്നു. ജസ്റ്റ് അയൺ ചെയ്തു. പഴയ ഏതെങ്കിലും തുണിയൊക്കെ ഇട്ട് ആദ്യം ഒന്ന് അയൺ ചെയ്ത് നോക്കിയാൽ മതി. കാരണം നമുക്കവിടെ ഇത് നമ്മളെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണൊക്കെ ഉണ്ട്, 1 മുതൽ 5 വരെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കൊണ്ട് ചെയ്തേക്കെ. എന്നിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അയൺ ചെയ്ത് നോക്കി. അയൺ ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് അയണായിട്ട് വന്നിട്ട് അപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം അല്ലെങ്കിൽ ഫ്ലോപ്പായി പോയെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് അയണായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. സ്റ്റിച്ച് ചെയ്യാണ്ടാണ് ജസ്റ്റ് പ്ലീറ്റ് ചെയ്തിട്ട് അയൺ ചെയ്ത് നോക്കിയതാണേ ഉള്ളൂ. എന്നിട്ട് ഞാൻ സൂചി മാറ്റിയപ്പോഴും എനിക്ക് നല്ല പ്ലീറ്റായിട്ട് കിട്ടി. ഞാൻ ജസ്റ്റ് നിവർത്തിയിട്ടിട്ട് ഇങ്ങനെ നമ്മളൊന്ന് ചേർത്ത് വെച്ചാൽ കറക്റ്റ് ആ പ്ലീറ്റ് പോലെ തന്നെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി വാഷ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയുമ്പോൾ ഞാൻ വാഷ് ചെയ്ത് നോക്കിയില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വിതർത്തിയൊക്കെ നോക്കിയപ്പോഴൊന്നും ആ പ്ലീറ്റ് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വാങ്ങിച്ചാൽ എന്തുകൊണ്ട് ഉപകാരമായിരിക്കും തോന്നുന്നത് പോലെ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് തയ്ക്കുമ്പോൾ നല്ലതായിരിക്കും.